ശ്രീഹരയേ നമ. നമസ്കാരം. ശ്രീമദ് ഭാഗവതം 7ാമത് സ്കന്ധം 4ാം അധ്യായം. ഹിരണ്യകശിപുവിന്റെ ഭരണത്തെക്കുറിച്ചും ഹിരണ്യകശിപുവിന്റെ പുത്രനായ പ്രഹ്ലാദന്റെ ഭക്തിയുടെ പ്രഭാവവുമാണ് ഇതിൽ വർണ്ണിക്കുക. ഹിരണ്യകശിപുവിന്റെ തപസ്സിൽ പ്രീതനായ ബ്രഹ്മാവ് അയാൾ ചോദിച്ച വരങ്ങളെല്ലാം നൽകി സധാമം പ്രാപിച്ചു. അങ്ങനെ വരങ്ങൾ ലഭിച്ച ഹിരണ്യകശിപു ബ്രഹ്മാവിന്റെ അനുഗ്രഹത്തോടുകൂടി ശരീരമൊക്കെ പൂർവസ്ഥിതിയിലായി പരബലം കൊണ്ട് മത്തനായി തന്റെ ഭ്രാതാവായിട്ടുള്ള ഹിരണ്യാക്ഷനെ വധിച്ച ആ മഹാവിഷ്ണുവിനോടുള്ള വിദ്വേഷം പ്രകടമാക്കാൻ തുടങ്ങി. തന്റെ പ്രജകളെയെല്ലാം ഭഗവൻ നിന്ദ ചെയ്യാൻ പ്രേരിപ്പിച്ചു. അതിവേഗം 3 ലോകങ്ങളെയും കീഴടക്കി. ലോകപാലന്മാരുടെ സ്ഥാനങ്ങളെയെല്ലാം ഹിരണ്യകശിപു തന്റേതാക്കി മാറ്റി. തസ്മിൻ മഹേന്ദ്രഭവനേ മഹാബലോ മഹാമന നിർജിത ലോക ഏകരാൾ. മഹേന്ദ്രഭവനത്തിൽ ഇന്ദ്രന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഹിരണ്യകശിപുവാണ് ആ വാസം ഉറപ്പിച്ചത്. ഹിരണ്യകശിപുവിന്റെ തേജസ്സിനും ബലത്തിനും മുന്നിൽ ദേവന്മാരൊക്കെ നമസ്കരിക്കാൻ തുടങ്ങി. ത്രിമൂർത്തികൾ ഒഴികെ സകല ലോകപാലന്മാരും ഹിരണ്യകശിപുവിനെ സേവ ചെയ്യാൻ തുടങ്ങി. വിശ്വാവസു, തുമ്പുരു, ശ്രീനാരദൻ തുടങ്ങിയവരൊക്കെ ഈ ഹിരണ്യകശിപുവിനെ വാഴ്ത്തിപ്പാടേണ്ടതായ ഗതികേടിലായിത്തീർന്നു. സകല യജ്ഞങ്ങളും സകല കർമ്മങ്ങളും തന്റെ ആരാധനയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം എന്ന് ഹിരണ്യകശിപു കൽപ്പിക്കുകയാണ്. അങ്ങനെ കർമ്മങ്ങളെ ചെയ്യിപ്പിച്ചും ഹവിർഭാഗങ്ങളെ തന്റെ തേജസ് കൊണ്ട് സ്വീകരിച്ചു. ഹിരണ്യകശിപുവിന്റെ ആ മേധാശക്തി വളരെയധികം വർദ്ധിച്ചു. കൃഷി ചെയ്യാതെ തന്നെ ഭൂമി ആവശ്യമുള്ള ഔഷധികളെല്ലാം നൽകി. ഇന്ദ്രാദികൾ നിർവഹിക്കേണ്ട മറ്റ് വ്യാപാരങ്ങൾ, ലോകവ്യാപാരങ്ങൾ, ഇപ്പൊ മഴ പെയ്യിക്കുക, കാറ്റുവീശുക, ഇതൊക്കെ തന്റെ പൗരുഷം കൊണ്ട് താൻ തന്നെ നടത്തി. ലോകത്തിൽ ഭൗതികമായ എല്ലാ ഐശ്വര്യ സമൃദ്ധികളും യാതൊരു കുറവുമില്ലാതെ എല്ലായിടത്തും അങ്ങനെ നിറഞ്ഞു. എന്നാൽ സംതൃപ്തി ഉണ്ടായിട്ടില്ല. അതിന് കാരണം ഹിരണ്യകശിപുവിന് ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ്. അങ്ങനെ ഏക ഛത്രാധിപതിയായി അഹങ്കരിച്ചുകൊണ്ട് വളരെ കാലം ഹിരണ്യകശിപു ലോകത്തെ തന്നെ കീഴടക്കി ഭരിച്ചു. ഹിരണ്യകശിപുവിന്റെ ഉഗ്രശാസന കൊണ്ട് ഒക്കെ വല്ലാതെ വിഷമിക്കുന്നതായ പ്രജകൾ എല്ലാവരും ഭഗവാനെ ശരണം പ്രാപിക്കാൻ തുടങ്ങി. ആ ഭഗവത് ഭജനം വ്യത്യസ്തങ്ങളായ രീതിയിൽ അവരാൽ കഴിയുന്നതുപോലെ ജനങ്ങളൊക്കെ ആരംഭിച്ചു. ദേവന്മാരും ബ്രഹ്മാവിനോടുകൂടിയിട്ട് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് ഒരു അശരീരി തേഷാം ആവിരഭൂദ്വാണി അരൂപാ മേഘനിസ്വന സനാതയന്തീകുഭ സാധൂനാം അഭയങ്കരി മാ ഭൈഷ്ട വിബുധശ്രേഷ്ഠ സർവേഷാം ഭദ്രമസ്തുവ. ആ അസുരന്റെ ഹിരണ്യകശിപുവിന്റെ ദുഷ്ടതയെല്ലാം അറിഞ്ഞിട്ടുണ്ട് ഞാൻ. അതിനെ ഇല്ലാതെയാക്കിക്കൊള്ളാം. ദേവന്മാരിൽ യഥാ ദേവേഷു വേദേഷു ഗോഷു വിപ്രേഷു സാധുഷു ധർമ്മേ മൈച വിദ്വേഷ സവാ ആശു വിനശ്യതി.
ദേവന്മാരിലും ഗോക്കളിലും വിപ്രന്മാരിലും വേദങ്ങളിലും ധർമ്മത്തിലും എന്നിലും എല്ലാം വിദ്വേഷത്തെ ചെയ്യുന്ന ഹിരണ്യകശിപുവിന്റെ നാശം അടുത്തു. പ്രത്യേകിച്ചും മഹാത്മാവായിട്ടുള്ള നിർവൈരനും പ്രശാന്തനും തന്റെ തന്നെ പുത്രനുമായ പ്രഹ്ലാദനെ എപ്പോഴാണോ ഹിരണ്യകശിപു ദ്രോഹിക്കാൻ ആരംഭിക്കുന്നത്, അപ്പോൾ എത്ര തന്നെ പരബലം ഉള്ളവനാണ് എങ്കിലും അവനെ ഞാൻ നിഗ്രഹിക്കും. അത് കേട്ടപ്പോൾ ദേവന്മാർക്കൊക്കെ സമാധാനമായി. അവിടെ പ്രഹ്ലാദനെ ഹിരണ്യകശിപു അപ്പോൾ തന്നെ ദ്രോഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രഹ്ലാദനെ കുറിച്ച് പിന്നെ വിസ്തരിക്കുകയാണ്. നാരദ മഹർഷിയാണ് ഈ ഉപദേശം തുടരുന്നത്. പ്രഹ്ലാദോഭൂത് മഹാംസ്തേഷാം ഗുണൈർമഹതുപാസക ബ്രഹ്മണ്യ ശീലസമ്പന്ന സത്യസന്ധോജിതേന്ദ്രിയ ആത്മവൽ സർവഭൂതാനാമേക പ്രിയസുഹൃത്തമ ദാസവൽ സന്നദ്ധതാര്യംഘ്രീ പിതൃവദ്ദീനവത്സര ഭ്രാതുവത്സദൃശേ ശ്രിഗ്ധോ ഗുരുഷ്വീശ്വരഭാവന. ഹിരണ്യകശിപുവിന്റെ 4 പുത്രന്മാരിൽ വെച്ച് പ്രഹ്ലാദൻ എല്ലാ ഗുണങ്ങളും ഉള്ള ആളാണ്, സത്യസന്ധനാണ്, ഇന്ദ്രിയ ജയം നേടിയിട്ടുള്ള ആളാണ്, സർവഭൂതങ്ങളിലും ദയ. ഇതൊക്കെ ജന്മസിദ്ധമായിരുന്നു പ്രഹ്ലാദന്. മഹാത്മാക്കളെ കണ്ടാൽ ഒരു ദാസനെ പോലെ വീണ് നമസ്കരിക്കുന്നു അവരെ. ദീനന്മാരിൽ അച്ഛനമ്മമാരോട് എന്ന രീതിയിൽ വാത്സല്യം പ്രകടിപ്പിക്കും. സമപ്രായക്കാരോട്, സഹോദരനോട് എന്നതുപോലെ സ്നേഹം പ്രകടിപ്പിക്കും. ഗുരുക്കന്മാരിൽ ഈശ്വരബുദ്ധിയ ഭക്ത്യാദരവോടുകൂടി അവരെ സേവിക്കും, നമസ്കരിക്കും. എല്ലാ ഗുണഗണങ്ങളും ഉള്ള ആളാണ് പ്രഹ്ലാദൻ. അതുകൊണ്ടൊന്നും തന്നെ അല്പം പോലും അഹങ്കാരം ഉണ്ടായിരുന്നില്ല. എന്തെല്ലാം വ്യസനം നേരിടേണ്ടി വന്നാലും അതൊന്നും പ്രഹ്ലാദനെ ബാധിച്ചിരുന്നില്ല. ഇഹപര സുഖങ്ങളൊന്നും തന്നെ പരമാർത്ഥമല്ല എന്ന ആ ഒരു ദൃഢമായ ബോധ്യം പ്രഹ്ലാദനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൗതികമായ സുഖഭോഗങ്ങളെ പ്രഹ്ലാദൻ ആഗ്രഹിച്ചിട്ടില്ല. ആ പ്രഹ്ലാദന്റെ ആ ഒരു മഹത്വം ഏതാനും ശ്ലോകങ്ങളിൽ കൂടിയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഭാഗവതം 7ാം സ്കന്ധത്തിലെ 4ാം അധ്യായത്തിൽ വാസുദേവേ ഭഗവതി യസ്യ നൈസർഗികീരതി നസ്തക്രീഡനഗോപാലോ ജഡവസ്തന്മനസ്തയാ കൃഷ്ണഗ്രഹഗൃഹീതാത്മാ നവേദ ജഗദീദൃശം. ആ ഭഗവാനിൽ പരമമായിട്ടുള്ള ഭക്തി, പ്രേമഭക്തി അത് സ്വതസിദ്ധമായിരുന്നു, ജന്മസിദ്ധമായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കെ തന്നെ കളിപ്പാട്ടങ്ങളോടായിരുന്നില്ല പ്രഹ്ലാദന് താല്പര്യം. തന്റെ മനസ്സിനെ ആ ശ്രീഹരിയിൽ ഉറപ്പിച്ചുകൊണ്ട് ജഡവസ്തുക്കളെ പോലെ, വൃക്ഷങ്ങളെ പോലെ അല്ലെങ്കിൽ ശിലകളെ പോലെ നിശ്ചലനായിട്ടിരിക്കും. ഈ ലോകത്തിനെ നാനാനാമരൂപങ്ങളായി പ്രഹ്ലാദൻ കാണുന്നില്ല. എല്ലാം കൃഷ്ണമയം, എല്ലാം വിഷ്ണുമയമായിട്ടേ പ്രഹ്ലാദൻ കാണുന്നുള്ളൂ. ആസീന പര്യടന്നശ്നൻ ശയാന പ്രബിബൻ ബ്രുവൻ നാനുസന്ധത്ത ഏതാനി ഗോവിന്ദപരിരംഭിത ക്വചിത് രുദതി വൈകുണ്ഠചിന്താശബളചേതന ക്വചിത് ഹസതി തച്ചിന്താഹ്ലാദൗദ്ഗായതി ക്വചിൽ നതതി ക്വചിൽ ഉത്കണ്ഠോ വിലജ്ജോ നൃത്യതി ക്വചിൽ ക്വചിൽ തൽഭാവനായുക്ത തന്മയോനുചകാരഃ ക്വചിലുൾപ്പുളകസ്തൂഷ്ണീമാസ്തേ സംസ്പർശ നിർവൃത അസ്പന്ദ പ്രണയാനന്ദസലിലാമീലിവേക്ഷണ
നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ശരീരവ്യാപാരങ്ങളിൽ ഒന്നും തന്നെ ആ പ്രഹ്ലാദൻ അതിനെ ശ്രദ്ധിച്ചിരുന്നില്ല, അതിനെ അറിഞ്ഞിരുന്നില്ല. മനസ്സെപ്പോഴും ഭഗവാനിൽ തന്നെയാണ്, അതുകൊണ്ട് വിഷയങ്ങളെ അറിയുന്നില്ല. എപ്പോഴും ആ ശ്രീഹരിയുടെ ഒരു ആലിംഗനം, ഒരു പരിരംഭണം, ആ ഒരു ഭഗവതാലിംഗനം കൊണ്ട് സദാ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് പ്രഹ്ലാദൻ. തന്റെ മനസ്സിനെ മാത്രമല്ല സ്ഥൂല ശരീരത്തെയും എപ്പോഴും ചേർത്തണച്ച് ആ ശ്രീഹരിയോട് താനിങ്ങനെ ആലിംഗനം ചെയ്ത് ചേർത്തണച്ച് ഇരിക്കുന്നു എന്ന ഭാവേന അശ്രുക്കളെ, ആനന്ദ അശ്രുവിനെ പൊഴിച്ചുകൊണ്ടാണ് പ്രഹ്ലാദനെ പോലെ എല്ലാം തികഞ്ഞ ഒരു ഭക്തനെ കിട്ടണം. ഭഗവാൻ പോലും ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു. ഭഗവാന്റെ അംഗസംഗം കൊണ്ട് പുളകം കൊള്ളുന്ന ആ പ്രഹ്ലാദൻ ബാഹ്യവ്യാപാരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ ആനന്ദിച്ചും ആഹ്ലാദിച്ചും കഴിഞ്ഞിരുന്ന മഹാത്മാവായിട്ടുള്ള ഭഗവതോത്തമനായ പ്രഹ്ലാദനെ ആ ഹിരണ്യകശിപു ദ്രോഹിക്കാൻ ആരംഭിച്ചു എന്നാണ്. അപ്പൊ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് നാരദ മഹർഷിയോട്, ദേവർഷ ഏതദിച്ഛാമോ വേദിതും തവ സുവ്രത യത് ആത്മജായ ശുദ്ധായ പിതാതാൽ സാധവേ ഹ്യഖം. ശുദ്ധ സാത്വികനായിട്ടുള്ള ആ പുത്രനെ ഹിരണ്യകശിപു ദ്രോഹിച്ചു എന്ന് കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്നു. എത്ര ദുശ്ശീലരായിട്ടുള്ള പുത്രന്മാരാണെങ്കിൽ കൂടി പുത്രവാത്സല്യമുള്ള മാതാപിതാക്കൾ, പ്രത്യേകിച്ചും ഒരു പിതാവ്, അല്പശിക്ഷയെ കൊടുക്കൂ. എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇവിടെ ഹിരണ്യകശിപു പ്രഹ്ലാദനെ ശത്രുവിനെ പോലെ കാണുകയും ഉപദ്രവിക്കുകയും ചെയ്തത്? ഒടുവിൽ അത് ഹിരണ്യകശിപുവിന്റെ തന്നെ മരണത്തിൽ കലാശിച്ചുവല്ലോ. അത് വിസ്തരിച്ചു പറഞ്ഞു തന്നാലും. ശ്രീനാരദ മഹർഷി ധർമ്മപുത്ര മഹാരാജാവിനോടുള്ള ഉപദേശം തുടരുകയാണ്. നാരദ ഉവാച പൗരോഹിത്യായ ഭഗവാൻ വൃത കാവ്യ കിലാസുരൈഹി ഷണ്ടാമർക്കൗ സുതൗ തസ്യ ദൈത്യരാജഗൃഹാന്തികേ. അസുരന്മാരുടെ ആചാര്യൻ ശുക്രമഹർഷിയാണ്. ഹിരണ്യകശിപുവിന്റെ ഈ അധർമ്മവാഴ്ചയുടെ ഭവിഷ്യത്ത് എന്താണ് എന്ന് മുൻകൂട്ടി കണ്ടറിയുന്ന ശുക്രമഹർഷി അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ മറഞ്ഞു നിൽക്കുകയാണ്. ഈ ഹിരണ്യകശിപുവിന്റെ ആ ഒരു കാലത്തിൽ എവിടെയും ശുക്രന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പുത്രന്മാരായിട്ടുള്ള ഷണ്ടാമർക്കന്മാർ ആണ് ആ ഒരു കാലത്ത് ആചാര്യസ്ഥാനം വഹിച്ചത്. പ്രഹ്ലാദനെ മറ്റ് അസുരൻ ബാലന്മാരോടൊപ്പം വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാൻ തുടങ്ങി ഈ ഷണ്ടാമർക്കന്മാർ. എന്നാൽ ഇവിടെ ഈ ഗുരുക്കന്മാർ ഭഗവത് പ്രാപ്തിക്ക് സഹായകമായിട്ടുള്ള ഒന്നും പഠിപ്പിക്കുന്നില്ല. ലൗകികങ്ങളായ അർത്ഥകാമങ്ങളെ മാത്രമേ അവർ ഉപദേശിക്കുന്നുള്ളൂ. എന്നാൽ അത് തനിക്ക് ആവശ്യമില്ല എന്ന് പ്രഹ്ലാദൻ മുൻകൂട്ടി തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ഗുരുക്കന്മാരോടുള്ള ആ ഒരു വിനയം കൊണ്ട് അവർ പറയുന്നതെല്ലാം ക്ഷമയോടുകൂടി കേൾക്കുന്നു. ഒരിക്കൽ കൊട്ടാരത്തിലെത്തുന്ന
ഈ പ്രഹ്ലാദനെ ഹിരണ്യകശിപു വാത്സല്യത്തോടുകൂടി എടുത്ത് മടിയിലിരുത്തി ചോദിക്കുകയാണ്, ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ച നല്ല ഒരു പാഠം അതെന്താണെന്ന് പറയൂ. പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു, തസാധുമന്യേ അസുരവര്യദേഹിനാം സദാ സമുദ്വിഗ്നധിയാം അസദ്ഗ്രഹാൽ ഹിത്വ ആത്മപാദം ഗൃഹം അന്ധകൂപം വനം ഗതോയത് ഹരിമാശ്രയേത. പ്രഹ്ലാദൻ പറയുകയാണ് ഹിരണ്യകശിപുവിനോട്, ഗൃഹത്തിൽ വസിക്കുന്ന മനുഷ്യർ താരതമ്യേന വിഷയാസക്തരാണ്. ഇപ്പൊ മനുഷ്യരാവട്ടെ അസുരന്മാരാവട്ടെ ആരാണെങ്കിലും ഈ ഗൃഹം എന്ന അന്ധകൂപത്തിൽ വസിക്കുന്നവർ വിഷയികളാണ്, വിഷയാസക്തരാണ്. അവർ കഠിന പരിശ്രമം ചെയ്ത് സമ്പാദിക്കുന്ന വസ്തുക്കൾ അത് വളരെ വേഗത്തിൽ നശിക്കുന്നതാണ്. അങ്ങനെ താൻ നേടിയതൊക്കെ നശിക്കുന്നത് കാണുമ്പോൾ അവർ സങ്കടപ്പെടുന്നു, ഭയപ്പെടുന്നു. വ്യത്യസ്തങ്ങളായ അനർത്ഥങ്ങൾക്ക് കാരണമായിട്ടുള്ള ഈ ഗൃഹം അത് ജലമൊട്ടും തന്നെ ഇല്ലാത്ത ഒരു കിണറിന് തുല്യം. ഗൃഹം അന്ധകൂപം, അങ്ങനെ ഒരു പൊട്ടക്കിണർ പോലെ ദുഃഖപ്രദമാണ്. അത് ആത്മാവിനെ അധപ്പതിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടൊരിക്കലും ബുദ്ധിമാന്മാർ ആ ഗൃഹത്തിനെ അല്ലെങ്കിൽ ഗൃഹസ്ഥ ജീവിതത്തിനെ അമിതമായിട്ട് പരിപോഷിപ്പിക്കുവാനോ ലാളിക്കുവാനോ ശ്രമിക്കില്ല. ബുദ്ധിമാന്മാർ ഗൃഹത്തെ ഉപേക്ഷിച്ച് ഏകാന്തത്തിൽ ഹരിഭജനം ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. ഇതാണ് നല്ലത് എന്ന് ഞാൻ പഠിച്ചു. ഇങ്ങനെ പ്രഹ്ലാദന്റെ വാക്കുകൾ കേൾക്കുന്ന ഹിരണ്യകശിപു ചിന്തിക്കുകയാണ്, തന്റെ ശത്രുവായിട്ടുള്ള വിഷ്ണുവിലാണ് തന്റെ മകന്റെ മനസ്സ് പ്രവർത്തിക്കുന്നത്. ഇത്ര ചെറിയ പ്രായത്തിൽ തീർച്ചയായിട്ടും ആരോ ഈ പ്രഹ്ലാദനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവണം. അങ്ങനെയാണ് ഹിരണ്യകശിപു ആചാര്യന്മാരെ ചോദ്യം ചെയ്തു. എന്നിട്ട് പറയുകയാണ്, അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, വിഷ്ണു പക്ഷപാതികളായിട്ടുള്ളവർ ആരും ഈ പ്രഹ്ലാദനുമായിട്ട് സമ്പർക്കമുണ്ടാവരുത്. ആരെങ്കിലും വേഷം മാറി വന്ന് ഈ പ്രഹ്ലാദന്റെ ബുദ്ധിയെ സ്വാധീനിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നിങ്ങനെ ആജ്ഞാപിക്കുകയും, അങ്ങനെ ആചാര്യന്മാർ പ്രഹ്ലാദനെ കൊണ്ടുപോയി രഹസ്യമായിട്ടൊരിടത്ത് നിർത്തി ചോദിക്കുകയാണ്, സത്യം പറയൂ, വിഷ്ണുവിനെ ആശ്രയിക്കണമെന്ന വിപരീത ബുദ്ധി നിനക്ക് എവിടെ നിന്നാണ് ഉണ്ടായത്? വത്സ പ്രഹ്ലാദ ഭദ്രം ദേ സത്യം കഥയമാമൃഷ ബാലാനദി കുതസ്തുഭ്യമേഷ ബുദ്ധി വിഭജ്യേയ. ഞങ്ങൾ ഒരിക്കലും പ്രഹ്ലാദനെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലല്ലോ, പിന്നെ ആരാണ് ഈ വിപരീത ബുദ്ധി ഉപദേശിച്ചു തന്നത്? പ്രഹ്ലാദൻ പറഞ്ഞു, ഗുരുക്കന്മാരെ, ഏതൊരു ഭഗവത് മായ കൊണ്ടാണോ ഞാനെന്നും മറ്റുള്ളവരെയെന്നും ഒക്കെയുള്ള അസത്തായിട്ടുള്ള ഭേദബുദ്ധി മൂഢന്മാർക്കുണ്ടാവുന്നത്, അത് നശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഭഗവത് അനുഗ്രഹം കൂടിയേ തീരൂ. ആ ഭഗവത് പ്രസാദം സിദ്ധിക്കുമ്പോൾ മാത്രമേ ഈ മൂഢബുദ്ധി മാറുകയുള്ളൂ, പശുബുദ്ധി നശിക്കുകയുള്ളൂ. ആ ഭഗവാൻ തന്നെയാണ് എന്റെ ബുദ്ധിയെ ഇത്തരത്തിലാക്കിയത്. ഒരു അയസ്കാന്തം, ഒരു കാന്തത്തിനെ അതിൻ്റെ നേരെ ഇരുമ്പ് കഷ്ണങ്ങൾ ചലിക്കുന്നത് പോലെ ചക്രപാണിയായിട്ടുള്ള ആ ഭഗവാന്റെ പദങ്ങളിലേക്ക്, ശ്രീചരണത്തിലേക്ക് എൻ്റെ മനസ്സ് ആകർഷിക്കപ്പെടുകയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും?
എന്നാൽ ഈ ആചാര്യന്മാർക്ക്, ഈ ഗുരുപുത്രന്മാർക്ക് പ്രഹ്ലാദന്റെ വാക്കുകൾ ഒട്ടും തന്നെ സ്വീകാര്യമായില്ല. വേഗം തന്നെ കൽപ്പന കൊടുക്കുകയാണ്, ചൂരൽ കൊണ്ടുവരൂ. ഈ പ്രഹ്ലാദന്റെ ഈ ദുർബുദ്ധി, ഇത് ഈ അസുരവംശത്തിനെ മുഴുവൻ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോഴേ ഈ പ്രഹ്ലാദനെ ശിക്ഷിക്കേണ്ടതുണ്ട്. ദൈതേയ ചന്ദനവനെ ജാതോയം കണ്ടകദ്രുമ എന്മൂലോ ഉന്മൂലപരശോർ വിഷ്ണോർ നാളായുധോർ ഭഗ. അസുരവംശമാകുന്ന, അസുരന്മാരാകുന്ന ചന്ദനവനത്തിന്റെ ഉള്ളിൽ വളർന്നു വരുന്ന ഒരു മുൾച്ചെടിയാണ്, അസുരവിത്താണ്. അപ്പൊ അസുരന്മാരെ തന്നെ മൂലച്ഛേദനം ചെയ്യുന്ന കോടാലിയാണ് വിഷ്ണുവെങ്കിൽ ഈ പ്രഹ്ലാദൻ ആ കോടാലിക്ക് ഉള്ള നാളമാണ്. ഇങ്ങനെ പലതരത്തിൽ പ്രഹ്ലാദനെ ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും അവരുടെ വിദ്യ, ആ അസുര വിദ്യ, അർദ്ധകാമങ്ങളെ പ്രതിപാദിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളെ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അപ്പോഴും പ്രഹ്ലാദൻ അതെല്ലാം തന്നെ വിനയത്തോടുകൂടി കേട്ടുകൊണ്ടിരുന്നു. വീണ്ടും കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരിക്കൽ ഈ പ്രഹ്ലാദനെ കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിൽ വരികയാണ് ആചാര്യന്മാർ. അമ്മയായിട്ടുള്ള കയാധു ആ പ്രഹ്ലാദനെ സ്നാനാലങ്കാരങ്ങളെല്ലാം ചെയ്ത് അച്ഛന്റെ മുന്നിൽ, ഹിരണ്യകശിപുവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. പ്രഹ്ലാദൻ ഹിരണ്യകശിപുവിനെ വീണ് നമസ്കരിച്ചു. ഹിരണ്യകശിപുവാവട്ടെ വാത്സല്യത്തോടുകൂടി തന്റെ മകനെ അനുഗ്രഹിച്ച് ആലിംഗനം ചെയ്ത് പരമമായിട്ടുള്ള നിർവൃതിയെ പ്രാപിക്കുകയാണ്. ആ പുത്രനെ എടുത്ത് മടിയിൽ ഇരുത്തിക്കൊണ്ട് ശിരസിൽ ചുംബിച്ചുകൊണ്ടാണ് അനന്ത അശ്രുക്കളോടുകൂടിയിട്ടാണ് ചോദിക്കുന്നത്, നീ ഇത്രയും കാലം പഠിച്ചതിൽ വച്ച് ഉത്തമമായതിനെ പറയൂ. പ്രഹ്ലാദാനുച്യതാം താത സ്വധീതം കിഞ്ചിതുത്തമം കാലേനേതാവതായുഷ്മൻ യദശിക്ഷത് ഗുരോർഭവാൻ. ഇത്രയും കാലം നീ പഠിച്ചതിൽ വെച്ച് ശ്രേഷ്ഠമായതിനെ പറയൂ എന്ന അച്ഛന്റെ ഹിരണ്യകശിപുവിന്റെ വാക്കുകേട്ട് പ്രഹ്ലാദൻ മറുപടി പറയുകയാണ്. പ്രഹ്ലാദ ഉവാച ശ്രവണം കീർത്തനം വിഷ്ണോഃ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണൗ ഭക്തിശ്ചേന്നവലക്ഷണ ക്രിയതേ ഭഗവത്യദ്ധ തന്മന്യേ അധീതമുത്തമം. ഭഗവാൻ ശ്രീഹരിയുടെ ഗുണലീലാ കഥകളെ കേൾക്കുക, കേട്ടതിനെ നിരന്തരം കീർത്തിക്കുക, ആ ഭഗവത് രൂപത്തെ സ്മരണ ചെയ്യുക, ഭഗവാന്റെയും ഭക്തന്മാരുടെയും പാദസേവ ചെയ്യുക, അർച്ചിക്കുക, വന്ദിക്കുക, ദാസനായിട്ട് തീരുക, ദാസഭാവത്തോടുകൂടി സേവനം ചെയ്യുക. ആ ശ്രീഹരി മാത്രമാണ് തനിക്ക് മിത്രമെന്ന് ദൃഢമായിട്ട് വിശ്വസിക്കുക. തന്റെ സർവസ്വവും ഭഗവത്പാദത്തിൽ സമർപ്പണം ചെയ്ത് നിശ്ചിന്തനായി ഭജിക്കുക. ഈ 9 വിധത്തിൽ ഭഗവത് ഭജനം ചെയ്യുന്നതാണ് ഉത്തമ വിദ്യ എന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെ പുത്രന്റെ നാവിൽ നിന്നും അപ്രിയങ്ങളായ വാക്കുകളെ കേൾക്കുന്ന ഹിരണ്യകശിപുവിന് അതൊട്ടും സഹിക്കാൻ കഴിയുന്നതല്ല.
ഇത് സ്വന്തം അഭിപ്രായമല്ല, ആചാര്യന്മാരുടെ ഉപദേശമാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവരെ ശകാരിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിതൊന്നും തന്നെ ഇവനെ പഠിപ്പിച്ചിട്ടില്ല. നിശ്ചയമായിട്ടും അങ്ങയുടെ മകന്റെ ഈ ബുദ്ധി ഇത് നൈസർഗികമാണ്. ഞങ്ങളിൽ ഒരു തരത്തിലും ദോഷം ആരോപിക്കരുതേ, ഞങ്ങൾ നിരപരാധികളാണ്. വീണ്ടും ഹിരണ്യകശിപു പ്രഹ്ലാദനെ ചോദ്യം ചെയ്യുന്നു. കുലദ്രോഹിയായിട്ടുള്ള നിനക്ക് ഈ അസദ്ബുദ്ധി ആരാണ് ഉപദേശിച്ചു തന്നത്? എവിടെ നിന്നുണ്ടായി? പ്രഹ്ലാദൻ അതിന് മറുപടി പറയുകയാണ്. മതിർന്ന കൃഷ്ണേ പരതസ്വതോവ മിഥോഭിപദ്യേത ഗൃഹൗവ്രതാനാം അദാന്തഗോഭിർ വിശദാം തമിശ്രം പുനശ്ചറുവിതചറുവണാനാം. കുറേയേറെ ശ്ലോകങ്ങളെ നമുക്ക് പ്രഹ്ലാദന്റെ മറുപടിയായി കാണാൻ കഴിയും. ഗൃഹസുഖമാണ് ജന്മസാഫല്യമെന്ന് വ്യാമോഹിച്ചുകൊണ്ട് ഒരിക്കലും തൃപ്തിപ്പെടാത്ത ഇന്ദ്രിയങ്ങൾക്ക് അടിമയായി അനുഭവിച്ച വിഷയങ്ങളെ തന്നെ വീണ്ടും വീണ്ടും അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെയുള്ള വിഷയലോലുപന്മാരുടെ ബുദ്ധി ഒരിക്കലും ആ ഭഗവത് പദത്തിൽ പ്രവേശിക്കില്ല. അവരെ എത്ര ഉപദേശിച്ചിട്ടും ഫലമില്ല. എത്ര ഗുരുക്കന്മാർ ഉപദേശിച്ചാലും അവരുടെ ആ ദുഷിച്ച മനസ്സ് ബാഹ്യവിഷയങ്ങളിൽ അത്രത്തോളം ഉറച്ചുപോയതുകൊണ്ട് അന്തര്യാമിയായിട്ടുള്ള ആ ശ്രീനാരായണനെ അന്വേഷിക്കാൻ അവർക്കാവില്ല. അവരെ നയിക്കുന്ന ഗുരുക്കന്മാരും അതേപോലെ വിഷയാന്ധന്മാരാണ്. അന്ധാ യഥാന്ധൈരുപനീയമാന വാജീശതന്തിയ ഉരുദാമിനിബദ്ധ. നയിക്കുന്നവരും നയിക്കപ്പെടുന്നവരും ഗുരുക്കന്മാരും ശിഷ്യന്മാരും വിഷയാന്ധന്മാരാണ് എങ്കിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരന്ധൻ മറ്റൊരന്ധനെ നയിക്കുന്നത് പോലെ രണ്ടുപേരും ആപത്തിൽ ചെന്നു വീഴുന്നു. ഇതിനൊരേ ഒരു മാർഗമേയുള്ളൂ. ആ ഭഗവത് ഭക്തന്മാരായിട്ടുള്ള ഏകാന്ത ഭക്തന്മാരായിട്ടുള്ള സജ്ജനങ്ങളുടെ പാദധൂളിയെ ശിരസിൽ ധരിക്കുക, വിനയത്തോടുകൂടി അവരെ ആശ്രയിക്കുക. ഇങ്ങനെയൊക്കെയുള്ള പ്രഹ്ലാദന്റെ ഈ വാക്കുകൾ ഹിരണ്യകശിപുവിന് കർണകഠോരമായിട്ടാണ് തോന്നുന്നത്. പുത്രനോടുള്ള സ്നേഹം പോയിക്കഴിഞ്ഞു. ആ പ്രഹ്ലാദനെ മടിയിൽ നിന്നും ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഹിരണ്യകശിപുവിന്റെ കണ്ണുകൾ കനൽക്കട്ട പോലെ അങ്ങനെ ചുവന്നു. സേവകന്മാർക്ക് നിർദ്ദേശം കൊടുത്തു, ഈ നീചൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല, കൊന്നുകളയൂ. തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ അവഗണിച്ച് ജന്മശത്രുവിന്റെ പാദങ്ങളെയാണ് ഈ അധമൻ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ ഇവൻ എന്റെ പുത്രനല്ല. സ്വദേഹത്തിൽ നിന്ന് ജനിച്ചവനാണെങ്കിൽ കൂടി അഹിതം ചെയ്യുന്നവൻ പുത്രനല്ല. അങ്ങനെയുള്ള ഒരുവൻ ശരീരത്തിൽ ബാധിച്ച രോഗമാണ്. അങ്ങനെ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യണം? രോഗബാധിതമായ അംഗം, ആ അവയവം മുറിച്ചു കളയുക തന്നെ വേണം. എങ്കിലേ ബാക്കി അംഗങ്ങൾക്ക് കേടുകൂടാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. ചിന്തിയാ തദംഗം യതുദാകുതോ യതുദാത്മനോഹിതം ശേഷം സുഖം ജീവതി യദ്വിവർജനാൽ. പരോപ്യപത്യം ഹിതകൃത് യഥാ ഔഷധം സ്വദേഹജോപ്യാമയവസ്തുദോഹിത. ഏതുവിധേനയും വിഷം കൊടുത്തോ ഉറങ്ങുമ്പോഴോ ആയുധങ്ങളെ കൊണ്ടോ ഏതു വിധേനയോ ആണെങ്കിലും ഇവനെ നിഗ്രഹിച്ചുകൊള്ളൂ എന്നിങ്ങനെ ഹിരണ്യകശിപുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് സേവകന്മാർ
ആ പ്രഹ്ലാദന്റെ മേൽ എല്ലാ തരത്തിലുള്ള പ്രയോഗങ്ങളും ചെയ്തു. ആയുധം പ്രയോഗിച്ചു നോക്കി, അഗ്നികുണ്ഡത്തിൽ വലിച്ചെറിഞ്ഞു, ജലത്തിൽ കെട്ടിത്താഴ്ത്തി, വിഷം പാനം ചെയ്യാൻ കൊടുത്തു. ഇതൊന്നും തന്നെ പ്രഹ്ലാദനെ സ്പർശിക്കുന്നില്ല. എന്തെല്ലാം ചെയ്തിട്ടും പ്രഹ്ലാദനൊരു പോറൽ പോലും ഏൽക്കുന്നില്ല എന്നറിയുന്ന ഹിരണ്യകശിപു 3 ലോകങ്ങളെയും തന്റെ ഒരു നോട്ടം കൊണ്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതായ, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ അസുരചക്രവർത്തി ആ പ്രഹ്ലാദന്റെ മുൻപിൽ നിഷ്പ്രഭനായി തീർന്നു. അപ്പോഴാണ് ആചാര്യന്മാർ അടുത്തു വന്നു ഹിരണ്യകശിപുവിനോടായിട്ട് പറഞ്ഞു, അങ്ങ് കേവലം ഭ്രൂചലനം കൊണ്ട് ലോകപാലന്മാരെ നിയന്ത്രിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള അത്യുഗ്ര പരാക്രമശാലിയായിട്ടുള്ള അവിടുന്ന് ഈ ഒരു കൊച്ചുകുട്ടിയുടെ മുന്നിൽ ഒരിക്കലും പാരവശ്യപ്പെടരുത്. ഇതങ്ങയ്ക്ക് ചേർന്നതല്ല. തൽക്കാലം പ്രഹ്ലാദനെ മറ്റെവിടേക്കും പോവാതെ വരുണപാശം കൊണ്ട് ബന്ധിച്ചു നിർത്താം. ഞങ്ങളുടെ പിതാവായിട്ടുള്ള ശുക്രൻ വന്നതിന് ശേഷം അദ്ദേഹം ഉപദേശിക്കുന്നത് പോലെ ചെയ്യാം. ഒരുപക്ഷെ ഈ ചെറിയ കുട്ടി കുറച്ചു കാലം കഴിഞ്ഞ് പ്രായം ആയി വരുമ്പോൾ മറ്റു യോഗ്യന്മാരുമായിട്ട് സംസർഗമുണ്ടായാൽ ഈ ബുദ്ധി മാറി അങ്ങനെ ആയിക്കൂടാ എന്നില്ല. അത്തരത്തിൽ ആ ഗുരുക്കന്മാരുടെ നിർദ്ദേശം ഹിരണ്യകശിപു തൽക്കാലം അനുസരിക്കാൻ തയ്യാറായി. ഇത്രയൊക്കെയാണ് എങ്കിലും താൻ അനുഭവിച്ച ആ കഠിനമായിട്ടുള്ള യാതനകളെക്കുറിച്ച് പ്രഹ്ലാദൻ ഒട്ടും തന്നെ വ്യസനിക്കുന്നില്ല. തന്നെ ദ്രോഹിച്ചവരോടൊട്ടും തന്നെ ദ്വേഷമില്ല. എന്നാൽ മറ്റൊരു വിചാരം പ്രഹ്ലാദനെ വേദനിപ്പിക്കുന്നു. താൻ അനുഭവിക്കുന്ന, താൻ ആസ്വദിക്കുന്ന ഈ ആനന്ദം, ഭാഗവത ആനന്ദാമൃതം തന്റെ കൂട്ടുകാർക്ക്, മറ്റസുരബാലന്മാർക്ക് ലഭിക്കുന്നില്ലല്ലോ. എത്രയോ ജന്മങ്ങളായി മായയിൽപ്പെട്ട് അന്ധകാരത്തിൽ പെട്ട് ഉഴന്ന് ഈ സംസാരക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ഉദ്ധരിക്കേണ്ടതുണ്ട് എന്ന ചിന്തയാണ് ആ പ്രഹ്ലാദനെ വല്ലാതെ അലട്ടിയത്. ഒരിക്കൽ ആ ഗുരുകുലത്തിൽ ആചാര്യന്മാരുടെ പഠിപ്പിക്കലെല്ലാം കഴിഞ്ഞ് അവർ മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് തൻ്റെ കൂട്ടുകാരെയെല്ലാം ചേർത്ത് അവർക്കായി ആ പ്രഹ്ലാദൻ കൊടുക്കുന്ന ഉപദേശം. അവരെല്ലാം പ്രഹ്ലാദൻ പറയുന്ന വാക്കുകൾ കേൾക്കാൻ തയ്യാറായി അങ്ങനെ ഇരിക്കുന്നു. ആ പ്രഹ്ലാദൻ കൊടുക്കുന്ന ഉപദേശമാണ് തുടർന്ന് പറയാൻ പോകുന്നത്. ശ്രീഹരേ നമഃ.